നമസ്കാരം. പ്രധാന വാർത്തകൾ. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ADGP MR അജിത് കുമാറിന് സർക്കാരിന്റെയും ക്ലീൻ ചിറ്റ്. MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. ഇന്നലെ കണ്ണൂരിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി ഫയൽ വിളിച്ച് ഒപ്പിടുകയായിരുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടന്നത്. എന്നാൽ അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ലെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയത്. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദനം ആരോപണത്തിൽ കേസെടുക്കാമെന്ന DGPയുടെ ശുപാർശ തൊടാതെയാണ് ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകുന്നത്. കൊല്ലം പൂരത്തിൽ RSS നേതാവിന്റെ ചിത്രമുയർത്തിയത് വിവാദത്തിൽ. കൊല്ലം പൂരത്തിന്റെ ഭാഗമായുള്ള കുടമാറ്റത്തിനിടെയാണ് RSS നേതാവ് ഹെഡ് ഗോവറിന്റെ ചിത്രമുയർത്തിയത്. നവോത്ഥാന നായകന്മാരുടെ ചിത്രത്തിനൊപ്പമാണ് ഹെഡ് ഗോവറിന്റെ ചിത്രവും ഉയർത്തിയത്. ഉത്സവങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുന്ന ഹൈക്കോടതി നിർദ്ദേശം മറികടന്നാണ് സംഭവം. ശ്രീനാരായണ ഗുരു, BR അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, സ്വാമി വിവേകാനന്ദർ തുടങ്ങിയവരുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് ഹെഡ് ഗോവറിന്റെ ചിത്രവും ഉയർത്തിയത്. മദ്യപിച്ച് തർക്കം, ഒടുവിൽ കയ്യാങ്കളി. സഹപ്രവർത്തകനെ കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ട ശേഷം ക്രൂരമായി കൊലപ്പെടുത്തി. തൃശൂർ വാടനാപ്പള്ളിയിലാണ് സംഭവം. അടൂർ സ്വദേശി പടിഞ്ഞാറത്തറ വീട്ടിൽ അനിൽകുമാറാണ് മരിച്ചത്. കൊലപാതകത്തിൽ സഹപ്രവർത്തകനായ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജു ചാക്കോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം സുഹൃത്തിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നത്. ആക്രമണത്തിന് ശേഷം സുഹൃത്ത് തന്നെയാണ് ഉടമയെ വിളിച്ചറിയിച്ചത്. തുടർന്ന് ഇയാളെ ആംബുലൻസിൽ എങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു, ഒരു മരണം. പമ്പാവലി കണമലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു, ഒരു മരണം. 3 പേരുടെ നില ഗുരുതരമെന്നാണ് വിവരം. ഇവരെ എരുമേലിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കർണാടക സ്വദേശികളായ 35 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 25 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. സ്ഥിരം അപകട മേഖലയായ അട്ടിവളവിലാണ് അപകടമുണ്ടായത്. മന്ത്രി ശശീന്ദ്രനടക്കം 50ലേറെ യാത്രക്കാർ. എയർ ഇന്ത്യ വിമാനത്തിന് തകരാർ. വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നു. മന്ത്രി ശശീന്ദ്രനടക്കം 50ലേറെ യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാർ കാരണം തിരിച്ചിറക്കി. 1 മണിക്കൂർ ആകാശത്ത് വട്ടമിട്ട് പറന്ന ശേഷമാണ് വിമാനം തിരിച്ചിറക്കിയത്. രാവിലെ 5:40 മുംബൈയിൽ നിന്നും പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത്. മന്ത്രി AK ശശീന്ദ്രനടക്കം 50ലേറെ യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. സാങ്കേതിക തകരാർ കാരണം തിരിച്ചിറക്കിയെന്നാണ് വിശദീകരണം. യാത്രക്കാർ സുരക്ഷിതരാണ്. ഇവർക്ക് മറ്റൊരു വിമാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്.